ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ബംഗാളി റെസിപ്പിയാണ്. ഒരു സ്വീറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. റസ്ബോറ സ്വീറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് റവ വച്ചിട്ടാണ് ഈ സ്വീറ്റ് ചെയ്യണത്. ഇത് എളുപ്പം ചെയ്യാം. ഒരു 15 മിനിറ്റ് മതി ഈ സ്വീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു കടായി എടുത്തിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം 1 കപ്പ് റവ ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്തിട്ട് നല്ല ആ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ റവ നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി 2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. ഫസ്റ്റ് ആദ്യം 1 കപ്പ് പാൽ നമുക്ക് ആഡ് ചെയ്തിട്ട് റവേനെ നല്ല ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 1 കപ്പ് പാലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലെടുത്ത് ഈ റവയെ മാറ്റാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനൊരു കടായി വച്ചിട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. ഏലക്കാപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷുഗർ എല്ലാം മെൽറ്റായി. അപ്പം നമുക്ക് ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ റവ മിക്സ് എടുത്ത് ഒരു ബൗളിൽ മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു 5 സ്പൂണ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ മിക്സ്ചറിനെ കയ്യും കൊണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫൈൻ സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഡോയിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായി വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഈ സ്വീറ്റിൻ്റെ ബോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ സ്വീറ്റ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്ത് ഒരു പ്ലേറ്റിലെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത സ്വീറ്റ് ബോൾസ് എല്ലാം എടുത്ത് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 10 to 15 മിനിറ്റ്സ് വരെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യാൻ വച്ചേക്കാം. ഞാനിപ്പം പിസ്തയും കൊണ്ടാണ് എന്നെ ഗാർണിഷ് ചെയ്യണത്. അങ്ങനെ നമ്മൾ റവയും കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബംഗാളി സ്വീറ്റാണ്, നേരത്തെ ഞാൻ പറഞ്ഞത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഹോളി.